അമേരിക്കയ്ക്ക് മോശം വാർത്ത. പെൻറ്റഗണിനേക്കാൾ 10 ഇരട്ടി വലിപ്പമുള്ള ആണവ ആക്രമണം പോലും സാധ്യമാക്കുന്ന, ആണവ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന ഭീമാകാരമായ ഒരു സൈനിക നഗരം ചൈന നിർമ്മിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടമായ പെൻറ്റഗണിനെ 4 കിലോമീറ്ററിലധികം വീതിയുള്ള ചൈനയുടെ പുതിയ സൈനിക കേന്ദ്രം വലിപ്പത്തിൽ മറികടന്നേക്കും. റഷ്യ ഉക്രൈൻ യുദ്ധം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നിരന്തര സംഘർഷങ്ങൾ, ഇസ്രായേൽ പാലസ്തീൻ ആക്രമണം, ഇസ്രായേൽ ഇറാൻ ആക്രമണം എന്നിവയുൾപ്പെടെയുള്ള ചില പ്രധാന യുദ്ധകാല എപ്പിസോഡുകൾ ലോകം കാണുകയാണ്. ചൈനയും തായ്വാനും തമ്മിൽ വീണ്ടും സംഘർഷങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. ചില സംഘർഷങ്ങൾ ആസന്നമായിരിക്കുമെന്ന ആശങ്കയുമുണ്ട്. ലോക സമാധാനത്തിൻ്റെ ദുർബലതയും വലിയ അന്താരാഷ്ട്ര സംഘർഷത്തിനുള്ള സാധ്യതയും ഈ സംഭവങ്ങൾ പ്രകടമാക്കുന്നു. സൈനിക ശേഷിയെ ആധുനികവൽക്കരിക്കപ്പെടുകയും ബീജിംഗ് മിലിറ്ററി സിറ്റി പോലുള്ള നിഗൂഢമായ നിർമ്മാണ പദ്ധതികളെയും അടിസ്ഥാനമാക്കി മൂന്നാം ലോക മഹായുദ്ധത്തിന് ചൈന സൂക്ഷ്മമായി ഒരുങ്ങുന്നതായി തോന്നുന്നു. മൂന്നാം ലോക മഹായുദ്ധം അടുത്തോ? പെൻറ്റഗണിനേക്കാൾ 10 ഇരട്ടി വലിപ്പമുള്ള ഒരു ഭീമൻ സൈനിക നഗരം നിർമ്മിക്കുകയാണ് ചൈന. ദി സൺ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് പെൻറ്റഗണിൻ്റെ 10 ഇരട്ടി വലിപ്പമുള്ള ഒരു വലിയ പുതിയ സൈനിക സമുച്ചയം ചൈന രഹസ്യമായി നിർമ്മിക്കുന്നു. ബീജിംഗ് മിലിറ്ററി സിറ്റി എന്ന് വിളിക്കപ്പെടുന്ന ഈ സൈനിക സമുച്ചയത്തിൽ ആണവ ആക്രമണങ്ങളെ ചെറുക്കുന്നതിനുള്ള ഒരു ഡൂംസ്ഡേ ബങ്കറുമുണ്ട്. കൂടാതെ മൂന്നാം ലോക മഹായുദ്ധമുണ്ടായാൽ ഒരു കമാൻഡ് സെൻ്ററായി ഇത് ഉപയോഗിച്ചേക്കാമെന്ന് US രഹസ്യാന്വേഷണ വൃത്തങ്ങൾ പറയുന്നതായി ദി സൺ റിപ്പോർട്ട് ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടമായ പെൻറ്റഗണിനെ 4 കിലോമീറ്ററിലധികം വീതിയുള്ള ചൈനയുടെ പുതിയ സൈനിക കേന്ദ്രം മറികടക്കും. ബെയ്ജിങ്ങിൽ നിന്ന് ഏകദേശം 20 മൈൽ തെക്ക് പടിഞ്ഞാറ് മാറി സ്ഥിതി ചെയ്യുന്ന ഈ വലിയ കേന്ദ്രത്തിൽ സൈനിക പ്രവർത്തനത്തിൻ്റെ വ്യക്തമായ തെളിവുകളൊന്നുമില്ല. ദി സൺ റിപ്പോർട്ട് അനുസരിച്ച് സൈനിക ഭാവിക്ക് ഈ കേന്ദ്രത്തിൻ്റെ വാസ്തുവിദ്യ പ്രധാനമാണെന്ന് US ഇൻ്റലിജൻസ് സംശയിക്കുന്നു. ഷി ജിൻപിങ്ങിൻ്റെ നേതൃത്വത്തിൽ ചൈന അതിൻ്റെ ആണവശേഷി ത്വരിതപ്പെടുത്തുകയാണ്. അടുത്ത ദശകത്തിനുള്ളിൽ ഇത് അമേരിക്കയെ വെല്ലുവിളിക്കാൻ പോകുന്നതാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അണുവായുധങ്ങൾ ശേഖരിക്കുന്ന ഒരു രാജ്യത്തിന് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണത്തിനെതിരെ കൂടുതൽ പ്രതിരോധം ആവശ്യമാണ്. പുതിയ സൈനിക കോമ്പൗണ്ടിന് താഴെ ചൈന ഒരു ബങ്കർ നിർമ്മിക്കുന്നതിൻ്റെ കാരണം ഇതുകൊണ്ടായിരിക്കും. കാലക്രമേണ സൈറ്റിൻ്റെ വികസനം ചിത്രീകരിക്കാൻ ഉപഗ്രഹ ചിത്രങ്ങൾ ഉപയോഗിച്ച് പുതിയ നിർമ്മാണത്തെക്കുറിച്ച് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഫിനാൻഷ്യൽ ടൈംസ് ആണ്. 2022 ഫെബ്രുവരിയിൽ ഈ സ്ഥലത്ത് നിരവധി റെസിഡൻഷ്യൽ ഏരിയകളും തുറസായ സ്ഥലവും ഉണ്ടായിരുന്നു. അടുത്ത വർഷത്തോടെ സ്ഥലത്തിൻ്റെ ഭൂരിഭാഗവും വൃത്തിയാക്കി. ഒരുപക്ഷെ 2024 മധ്യത്തോടെ നടന്നതായി തോന്നുന്ന ഒരു വലിയ നിർമ്മാണ പദ്ധതിക്ക് വേണ്ടിയായിരുന്നു അത്. ആ വർഷം ജൂണിൽ സൈറ്റ് പൂർണ്ണമായും വികസിപ്പിച്ചെടുത്തു. സൈറ്റിലും പരിസരത്തും തുരങ്കങ്ങളുടെയും റോഡുകളുടെയും ഒരു പുതിയ ശൃംഖല ഉണ്ടായിരുന്നു. ഇതൊക്കെയാണെങ്കിലും ഈ പുതിയ സൗകര്യം നിലവിലില്ലെന്ന് ചൈനീസ് സർക്കാർ വാദിക്കുന്നു. ഡ്രോണുകൾ നിരോധിച്ചു, പാതകൾ മായ്ച്ചു, പ്രവേശനം തടഞ്ഞു. ചൈന എന്താണ് ഒളിപ്പിച്ച് വച്ചിരിക്കുന്നത്? നിർമ്മാണ പദ്ധതിയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളൊന്നുമില്ല. ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയുമില്ലെന്ന് ചൈനീസ് എംബസിയും അവകാശപ്പെടുന്നു. എന്നാൽ പ്രദേശത്തെ കനത്ത സുരക്ഷ മറ്റൊന്നാണ് സൂചിപ്പിക്കുന്നത്. ആർക്കും പ്രവേശിക്കാൻ കഴിയില്ല. ഡ്രോണുകളോ ക്യാമറകളോ ഉപയോഗിക്കാൻ കഴിയില്ല. നിർമ്മാണം പൊതുജനങ്ങൾക്ക് കാണാൻ കഴിയാത്ത വിധം സമീപത്തുള്ള പാതകളിൽ നിന്നും അവിടേക്കുള്ള ദൃശ്യത്തെ മറച്ചിരിക്കുന്നു. ശീതയുദ്ധകാലത്ത് നിർമ്മിച്ച ചൈനയുടെ യഥാർത്ഥ സൈനിക കമാൻഡ് സെൻ്ററിന് പകരമായിരിക്കാം ഈ പുതിയ കമാൻഡ് സെൻ്റർ എന്ന് US ഇൻ്റലിജൻസിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഫിനാൻഷ്യൽ ടൈംസിനോട് പറഞ്ഞു. പുതിയ സൗകര്യത്തിൻ്റെ വലിപ്പം, ഭാഗികമായി മറഞ്ഞിരിക്കുന്ന സവിശേഷതകൾ എന്നിവ സൂചിപ്പിക്കുന്നത് യുദ്ധകാലത്തെ പ്രാഥമിക കമാൻഡ് സൗകര്യമായി വെസ്റ്റേൺ ഹിൽ സമുച്ചയത്തെ ഇത് മാറ്റി സ്ഥാപിക്കുമെന്നാണ് ഫൈനാൻഷ്യൽ ടൈംസ് ഉദ്ധരിച്ച് ചില സ്രോതസ്സുകൾ പറയുന്നു. ഏതായാലും ഈ സൈനിക നഗരത്തെക്കുറിച്ച് മുൻപ് തന്നെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ പെൻറ്റഗണിനേക്കാൾ 10 മടങ്ങ് വലിപ്പമുള്ള സൈനിക കമാൻഡ് സെൻ്റർ നിർമ്മാണവുമായി ചൈന മുന്നോട്ട് പോകുകയാണെന്ന് കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
15 ഏക്കർ വ്യാപ്തിയിൽ ഭൂഗർഭ സൗകര്യങ്ങളും തുരങ്കങ്ങളുമുള്ള വൻ സൈനിക കേന്ദ്രമാണ് ഒരുങ്ങുന്നത്. തായ്വാൻ പിടിച്ചടക്കാനും US സൈനിക മേധാവിത്വത്തെ വെല്ലുവിളിക്കാനുമുള്ള നീക്കങ്ങൾക്കിടയ്ക്കാണ് ചൈന സൈനിക കേന്ദ്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടിയതെന്ന് ശ്രദ്ധേയമാണ്. നിലവിൽ വെസ്റ്റേൺ ഹിൽസിലാണ് ചൈനയുടെ പ്രധാന കമാൻഡ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നതെങ്കിലും പുതിയ സൈനിക കേന്ദ്രത്തിന് അത്യാധുനിക സൗകര്യങ്ങളും വ്യാപ്തിയും വിസ്തീർണവുമാണ് ഉള്ളത്. 100 ക്രെയിനുകൾ, ആഴത്തിനുള്ള ഭൂഗർഭ തുരങ്കങ്ങൾ, വലിയ കോൺക്രീറ്റ് ഘടനകൾ എന്നിവയെല്ലാം ഈ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങളിൽ വ്യക്തമാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം പുതിയ സൈനിക കേന്ദ്രം സംബന്ധിച്ച് ചൈന ഔദ്യോഗികമായൊന്നും പ്രതികരിച്ചിട്ടില്ല. 2035ഓടെ 1500 പ്രവർത്തനക്ഷമമായ അണുവായുധങ്ങൾ ഉണ്ടാക്കാനാണ് ചൈനയുടെ പദ്ധതി എന്ന് പെൻറ്റഗൺ പറയുന്നു. അടിച്ചാൽ തിരിച്ചടി എന്നതാണ് ചൈനയുടെ തന്ത്രം. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ US ആക്രമണം വന്നാൽ തിരിച്ചടിക്കുക എന്നത് ചൈനയെ സംബന്ധിച്ച് എളുപ്പമല്ല. അതിനാൽ US ആണവാക്രമണത്തിനൊരുങ്ങിയാൽ അതേ നിലയിൽ തന്നെ പ്രതികരിക്കാനുള്ള ശക്തി ആർജിക്കുകയാണ് ചൈനയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. എന്തായാലും ഇപ്പോഴത്തെ ഈ ചൈനയുടെ നീക്കങ്ങൾ ലോകത്തിന് വലിയ ആശങ്കയാണ് ഉയർത്തിയിരിക്കുന്നത്. 2027 പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ശതാബ്ദിയും ചൈനയുടെ സൈനിക നവീകരണ ലക്ഷ്യങ്ങളും കണക്കിലെടുത്ത് 2024 മധ്യത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചതെന്ന് ദി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്കും ആണവ ആക്രമണങ്ങൾക്കും എതിരെ വിപുലമായ സംരക്ഷണം ഈ സൈനിക കേന്ദ്രം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചൈന നൂതനമായി ആണവാക്രമണ ശേഷി വികസിപ്പിക്കാനുള്ള ഉദ്ദേശമാണ് ഈ സമുച്ചയത്തിന് പിന്നിലെന്ന് അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരും മുൻ CIA വിശകലന വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു. നാവിക, വ്യോമ, കരസേനകൾ ഉൾപ്പെടെ ചൈനീസ് സൈനികരാണ് ഈ താവളത്തിൽ കാവൽ നിൽക്കുന്നത്. അമേരിക്ക, വിയറ്റ്നാം, ഫിലിപ്പൈൻസ് എന്നിവയുൾപ്പെടെയുള്ള ചൈനയുടെ എതിരാളികൾക്ക് ഒരു പ്രതിരോധമായി ഈ താവളം പ്രവർത്തിക്കും. എന്തായാലും ചൈനയുടെ ഈ വർദ്ധിച്ചു വരുന്ന സ്വാധീനം കണക്കിലെടുത്ത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ തന്ത്രപരമായ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ സുരക്ഷിതമാക്കുന്നതിനുമായി സ്വന്തമായ ദ്വീപ് പ്രദേശങ്ങളിലെല്ലാം തന്നെ, പ്രത്യേകിച്ച് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെല്ലാം തന്നെ ഇന്ത്യ സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്തുകയാണ്. പുതിയ വ്യോമതാവളങ്ങളും തുറമുഖങ്ങളും റഡാർ സ്റ്റേഷനുകളും ഉൾപ്പെടെ ദ്വീപുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ത്യ നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ദ്വീപുകളിലെല്ലാം തന്നെ കൂടുതൽ നാവിക, വ്യോമ, കരസേന യൂണിറ്റുകളെ ഇന്ത്യ വിന്യസിച്ചിട്ടുണ്ട്.